നിയമസഭയിൽ അക്രമം അഴിച്ചുവിട്ട് പ്രതിപക്ഷത്തിന്റെ അക്രമത്തിൽ വാച്ചാൻ വാർഡിന് പരിക്കേറ്റു. വാച്ചാൻ വാർഡ് ഷിബുവിന്റെ കൈക്ക് പൊട്ടൽ പരിക്കേറ്റ ചീഫ് മാർഷലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ഇന്ന് ബില്ലുകൾ പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. സഭാ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ കർശന നിലപാടെടുത്ത് സ്പീക്കർ. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ അവറിൽ ഉന്നയിക്കാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. അതെ, നിങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസിലേക്ക് പോവാണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റും. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഓക്കെ യു ക്യാൻ. അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്കാൻ ചെയറിന് മുമ്പിലാണ് നോക്കേണ്ടത്. പ്രതിപക്ഷത്തിന്റെ ആ വിഷയം ചോദ്യോത്തരം നടത്താൻ പാടില്ല എന്നാണ്. ബഹുമാനപ്പെട്ട ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ സഹകരിക്കണം. പ്ലീസ്, അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ഭരണകക്ഷി പ്ലീസ്, ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ചോദ്യോത്തരം നടക്കണം. ട്രഷറി ബെഞ്ചിൽ അംഗങ്ങൾ നടത്താൻ അനുവദിക്കണം. പ്ലീസ്. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. അക്രമാഹ്വാനമാണ് കാണുന്നത്. സാർ, ഈ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ സാർ, ഒരു സ്ത്രീയെ ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. സാർ, ഒരു വനിതയെ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങയുടെ കൺമുന്നിൽ നടക്കുകയാണ്. എന്താണ് സാർ ഈ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു ധിക്കാരമാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ സഭയും ലോകവും മുഴുവൻ വന്നിട്ട് മൗനാനുവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുകയാണോ? എന്ത് തോന്നിവാസമാണ് സാർ കാണിക്കുന്നത്? ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. സാർ, ഇതുപോലെ ആവനാഴിയിൽ അമ്പുകളില്ലാതെ നിസ്സഹായരായ ഒരു പ്രതിപക്ഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലേ സാർ? ആദ്യം അടിയന്തര പ്രമേയം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് സാർ, ഓരോ ദിവസവും ഓരോ വകുപ്പിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും പറയാനൊരു അവസരം ഈ ഗവൺമെന്റ് ലഭിക്കുമെന്നാണ് കരുതിയത്. അതിന് വന്ന കാര്യങ്ങൾ 2-3 അടിയന്തര പ്രമേയം വന്നപ്പോഴേക്കും നേരെ മുഖത്തടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിൽ ഒപ്പിടാൻ പോലും കഴിയാത്ത രൂപത്തിൽ ദുർബലമായി പോയി സാർ പ്രതിപക്ഷം. സാർ, ഇവിടെ അവസാനം എന്തോ അടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞല്ലോ സാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്ന് 2,30,000 രൂപ കൈപ്പറ്റിയതായി VD സതീശൻ പ്രതിപക്ഷ നേതാവ്, K സുധാകരൻ MP, KPCC പ്രസിഡന്റ്. സാർ, രാഹുൽ ഗാന്ധിയുടെ 2,30,000 രൂപ വരെ അടിച്ചുകൊണ്ടുപോയ ആളുകൾ എന്തായി പറയാമാണ് നാം കാണേണ്ടത്. അത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് പ്രതിപക്ഷമുള്ളത്. ആ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഈ ഗവൺമെന്റ് ഈ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാർഗം സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ബില്ലുകളുടെ ആ പ്രാധാന്യം മറച്ചു വയ്ക്കാനുള്ള ദുർബലമായ ശ്രമം മാത്രമാണ് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയും സാർ. നിയമസഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, കേരള നിയമസഭയിൽ കണ്ടത് സാധാരണഗതിയിൽ സഭ എന്ന് പറയുന്ന സംവാദത്തിന്റെയും ചർച്ചയുടെയും ഇടമാണ്. സർക്കാർ, മന്ത്രിമാർ, സ്പീക്കർ അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കൂ, ചർച്ച ചെയ്യാം. ഇതിനൊന്നും തയ്യാറാകാതിരുന്ന പ്രതിപക്ഷം ഇന്ന് അല്പം കൂടി കടന്ന് വാച്ചാൻ വാർഡിനെ അടക്കം മർദ്ദിക്കുന്ന തരത്തിലേക്ക് ഒരു വാച്ചാൻ വാർഡിന്റെ കൈ പൊട്ടി ചീഫ് മാർഷൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വല്ലാത്ത ഗുണ്ടായിസം, ഒരുപക്ഷെ മന്ത്രി MP രാജേഷ് പറഞ്ഞത് തന്നെ ഒരു ഗുണ്ടായിസത്തിനുള്ള വേദിയാക്കി നിയമസഭയെ പ്രതിപക്ഷം മാറ്റുകയായിരുന്നു. എന്താണെന്ന് സഭയിൽ നടന്നത്? തീർച്ചയായും സിജു, ഏതായാലും പൂർണ്ണമായും അക്രമ സമരം തന്നെ ഒരു അക്രമ പരമ്പര തന്നെ നിയമസഭയ്ക്കുള്ളിൽ സഭയുടെ നടുത്തളത്തിൽ നടത്തുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ പോലെ തന്നെ അതേ സമീപനം തന്നെയാണ് പ്രതിപക്ഷം ഇന്നും സഭയിൽ സ്വീകരിച്ചത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് നേരെ ഓടിപ്പാഞ്ഞു ചെല്ലുന്നതാണ് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. വാച്ചാൻ വാർഡ് ഇടപെട്ടുകൊണ്ട് അത് തടയുകയും ചെയ്തു. പക്ഷെ ആ ഒരു പ്രതിഷേധത്തിനിടയിൽ പോലും ചോദ്യോത്തരവേള ഭരണപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി പൂർത്തിയാക്കി അതിനുശേഷം ശൂന്യവേളയിലേക്ക്
കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഈ വാച്ച് ആൻഡ് വാർഡിന് നേരെ അതിക്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ ചീഫ് മാർഷലിന് പരിക്കേറ്റിരിക്കുന്നത്. ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടുകൊണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തു നിന്നും സംസാരിച്ച മന്ത്രിമാർ, പ്രധാനമായും എം പി രാജേഷും പി രാജീവും അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകുന്ന തരത്തിലുള്ള നടപടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സഭ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷേ നിർത്തിവെച്ചതിന് ശേഷം സഭ പുനരാരംഭിച്ചപ്പോഴാകട്ടെ സമീപനത്തിൽ മാറ്റം വരുത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. അതിനെ തുടർന്ന് സ്പീക്കർ സഭ ആരംഭിച്ച സമയത്താണ് ഇത്തരത്തിൽ ചീഫ് മാർഷലിന്റെ പരിക്കേറ്റ കാര്യം അറിയിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വ്യാജമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നടത്തിയതാകാം വാച്ച് ആൻഡ് വാർഡ് അല്ലെ ചീഫ് മാർഷൽ എന്നുള്ളൊരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു ഘട്ടത്തിൽ സഭ ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞ് സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രതിപക്ഷത്തെ അടുത്ത ഘട്ടത്തിൽ ചുരുക്കത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർന്ന് അതേ സമീപനം ഇന്നും സഭയിൽ പ്രതിപക്ഷം. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ സഭയില് ഇത്തരത്തിലുള്ള ബഹളങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാവുക, ഏതെങ്കിലും വിഷയത്തിൽ ചർച്ച അനുവദിക്കാതിരിക്കുക, ആ സാഹചര്യത്തിലാണ് ഇവിടെ ചർച്ചയുടെ ഒരു ഇടം പോലും നൽകാതെ പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തയ്യാറാക്കി വെച്ച ബാനറുകളും പ്ലക്കാർഡുകളുമായി വന്ന് സമരം ആരംഭിക്കുകയായിരുന്നു. വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്നു, സ്പീക്കറെ തടയുന്നു. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ്, അതോടൊപ്പം തന്നെ രാജഗോപാൽ MLA പറഞ്ഞ പോലെ തന്നെയാണ്, തെമ്മാടിത്തവും ഗുണ്ടായുസമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി ശരിയാണ് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. എന്തായിരുന്നു ഈ പ്രതിപക്ഷത്തിന്റെ ഈ ബഹളത്തിന്റെ കാര്യം എന്നുകൂടി പൊതുജനത്തിന് അറിയേണ്ടതുണ്ട്. ശരി, നിയമസഭയിൽ നിന്ന് ഷീജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും സഭാ നടപടികൾ അലങ്കോലമാക്കി പ്രതിപക്ഷം. അക്രമമാണ് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം അഴിച്ചുവിട്ടത്. വാച്ച് ആൻഡ് വാർഡിന്റെ കൈ തല്ലി പൊട്ടിച്ചു. ചീഫ് മാർഷൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വലിയ തരത്തിലുള്ള അതിക്രമമാണ്. വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ നിയമസഭയ്ക്കകത്ത് അകത്ത് അക്രമം അഴിച്ചുവിടുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്ന് കാണുകയും ചെയ്തത്.